ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്യാരറ്റും കൂവപ്പൊടിയും ചേർത്ത് നല്ലൊരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടത് ഒരു 5 ക്യാരറ്റാണ്. അതിന് ക്യാരറ്റ് എടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ശേഷം നമുക്ക് ഒരു കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 1-2 ഡ്രോപ്സ് നമുക്ക് വാനില എസൻസും ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഒന്ന് തുറന്നിട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് കൂവപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി ക്രീം രൂപത്തിലാക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന വരെ നമുക്ക് നന്നായി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം നമുക്ക് ഹൽവയുടെ രൂപത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായി കട്ടയായ ശേഷം നമുക്ക് ഒരു കേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ക്യാരറ്റും കൂവയും ചേർത്തുള്ള ഈ ഹലുവ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്ക് നല്ല ഒരു കേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിനടിയിൽ കുറച്ച് നെയ്യ് നമുക്ക് തടവിക്കൊടുക്കാം. കേക്ക് പാത്രത്തിൻ്റെ താഴെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ നന്നായി വൃത്തിയായി ഒന്ന് തടവി നമുക്ക് കേക്ക് പാത്രം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഹൽവ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് കൂവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാം. ഓപ്ഷണലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹൽവയാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.